ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പ് പണികഴിപ്പിച്ച പേച്ചിപ്പാറ ഡാം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് നിലകൊള്ളുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രൻസിലായിട്ട് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുന്നത് കാണാൻ പറ്റും. ഇത് നമ്മൾ തിരുനെൽവേലിയിലുള്ള രാധാപുരം എന്നുള്ള സ്ഥലത്തേക്കാണ് ഈ വെള്ളമൊക്കെ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ പുറത്തൊരു ചെറിയ കടയുണ്ട്, കവിതാ സ്റ്റോർ എന്ന്. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. പെട്ടെന്ന് എൻ്റെ അപ്പൂപ്പനെ പോലെ എനിക്ക് തോന്നി. എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെയാണ് കാഴ്ചയിൽ. ഇദ്ദേഹം നല്ലതായിട്ട് തമിഴും മലയാളവും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഉച്ചാരണ ശുദ്ധി കേൾക്കുമ്പോൾ നമുക്ക് പിടികിട്ടും മലയാളിയാണെന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പുറത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റുമേ, വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുന്നത്. അധികം ഇപ്പോൾ സീസൺസ് ടൈമല്ല, വെള്ളം കുറവാണ്, എങ്കിലും നല്ല ഭംഗിയാണ് ഈ കാഴ്ച കാണാൻ. 1 നൂറ്റാണ്ട് മാത്രം നിലനിൽക്കുമെന്ന് കരുതി പണിഞ്ഞ ഈ അണക്കെട്ട് 2 നൂറ്റാണ്ടുകളായിട്ടും വലിയ കേടുപാടുകളൊന്നും ഇല്ല നിലനിൽക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. നമുക്കിങ്ങനെ കുറച്ച് പടിക്കെട്ടുകൾ കയറി ചെല്ലാനുണ്ട് മുകളിലോട്ട്. അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ അണക്കെട്ടിൻ്റെ ഉയരം 10 അടി കൂടെ ഉയർത്തുകയും ചെറിയ വിള്ളലുകൾ അടയ്ക്കുകയൊക്കെ ചെയ്തതൊഴിച്ചാൽ മറ്റ് വലിയ അറ്റകുറ്റപ്പണികളൊന്നും ഇത്രയും കാലത്തിനകത്ത് പോലും ഇതുവരെയും അങ്ങനെ വലിയ അഴിച്ചുപണികളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ പുത്തനണയുടെ പണി നടക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. അദ്ദേഹം നേരിട്ടാണ് അണനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ ഒരു പാറയിലിരുന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ ഒരു കൊടും വെയിൽ സമയമാണ്. ഈ സമയത്ത് മഹാരാജാവിന് കുട പിടിച്ചിരുന്ന ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു. അയാളെയും കൂടെ ഈ പണിക്ക് അയക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് പറ്റാതെ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, മഹാരാജാവ് കുട നിർത്തി വയ്ക്കാൻ വേണ്ടി പാറയിൽ ഒരു ദ്വാരം തീർപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ശുഷ്കാന്തിയോടെയാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ജനനന്മയ്ക്കുതകുന്ന പദ്ധതികൾ തീർത്തതെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ പാറയിൽ ഇന്നും ആ ദ്വാരം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് വിടുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ചിത്രം യൂറോപ്യൻ എഞ്ചിനീയർ മിഞ്ചിൻ, അദ്ദേഹത്തിൻ്റെ ഇമേജാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനനിബിഡമായ മലഞ്ചെരിവിൽ പർവ്വത ശിഖരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവി പാറക്കെട്ടുകൾക്കിടയിലൂടെ കുത്തി ഒലിച്ചു പായുന്ന സുന്ദര ദൃശ്യം ഒരു യൂറോപ്യൻ എഞ്ചിനീയർ നോക്കി നിന്നു. അത്യുഗ്രമായ വനപ്രദേശത്തെങ്ങും പ്രൗഢഗംഭീരവും ഭയാനകവുമായ ഒരു ശാന്തത കളിയാടി. മൈലുകൾക്കപ്പുറത്ത് തലയുയർത്തി നിൽക്കുന്ന കൊടുമുടികൾ, അവയിൽ അടിഞ്ഞുകൂടുന്ന മേഘങ്ങൾ, കിളികളുടെയും ചീവീടുകളുടെയും നിരന്തര ശബ്ദങ്ങൾ ഭഞ്ചിക്കുന്ന നിഗൂഢ നിശബ്ദത. പൂർവമായ കാഴ്ചയിൽ മനം മയങ്ങി നിന്ന മിഞ്ചിൻ സായിപ്പ് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആ സായം സന്ധ്യയിൽ അരുവിയുടെ താഴെ അഗാധ ഗർത്തത്തിൽ ഒരു രൂപം. സൂക്ഷിച്ചു നോക്കി, വിശ്വസിക്കാനാകുന്നില്ല. അധികനേരം നോക്കി നിൽക്കാൻ മിഞ്ചിൻ ധൊരയ്ക്ക് കഴിഞ്ഞില്ല. ബോധമറ്റ് നിലം പതിച്ചു. അനുയായികൾ താങ്ങിയെടുത്ത് ബംഗ്ലാവിൽ കൊണ്ടുപോയി കിടത്തി. ഇതറിഞ്ഞെത്തിയ മൂത്ത കാണിയിൽ നിന്നും ധൊര കേട്ടത് അവരുടെ കുലദൈവമായ പേച്ചി അമ്മനാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. നമുക്കിപ്പോഴും അവിടെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ, ഒരു പേച്ചിയമ്മൻ ഭദ്രകാളി ദേവി ക്ഷേത്രം. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് നട തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ഒരു ദിവസം പോയി പ്രാർത്ഥിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ബോധം കെട്ട് ഈ മിഞ്ചിൻ സായിപ്പ് വീണെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലത്താണ് ഇപ്പോൾ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പല തവണയും അണയുടെ തൂണുകൾ ഉറയ്ക്കാതെ മറിഞ്ഞതായിട്ടും പേച്ചിയമ്മനെ തൃപ്തിപ്പെടുത്താതെ അണ ഉറക്കില്ലെന്ന് ഈ കാണിക്കാരൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഗത്യന്തരമില്ലാതെ, ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു, അവസാനം നിവൃത്തിയില്ലാതെ ഈ കുറച്ച് ജോലിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധൊര, ഈ പറഞ്ഞ മിഞ്ചിൻ സായിപ്പ് തന്നെ മുകളിൽ നിന്ന് കരിങ്കൽ ഭിത്തി മറിച്ചിടാൻ ആജ്ഞാപിച്ചെന്നും അങ്ങനെ കുറേ പേര് ഹതഭാഗ്യർ ആ ഭിത്തിക്കിടയിൽ പെട്ട് കൊല്ലപ്പെട്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യക്കുരുതി കൊടുത്തതിന് ശേഷമാണ് ഈ അണക്കെട്ടിൻ്റെ ഇത് പൂർത്തിയായത്. അപ്പോഴത്തേക്കും പേച്ചി അമ്മനുള്ള ക്ഷേത്രവും അവിടെ പണി തീർത്തു എന്നും പറയുന്നുണ്ട്. അത് സത്യമാണോ നമുക്കറിയില്ല. എന്തായാലും നമുക്കറിയാൻ പറ്റുന്നത് ജാതി മതഭേദമില്ലാതെ അണയുടെ മേൽനോട്ടം വഹിക്കുന്ന എല്ലാ എഞ്ചിനീയർമാരും ഇപ്പോഴും മുടങ്ങാതെ വർഷം തോറും ബ്രാഹ്മണരെ കൊണ്ട് വലിയ തോതിൽ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ തന്നെയാണ് അതിൻ്റെ കണക്കെഴുതുന്നത്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നമ്മുടെ അലക്സാണ്ടർ മിഞ്ചിൻ ദേവി ഭക്തനായിട്ട് മാറി കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ഇവിടെയാണ് കഴിച്ചു കൂട്ടിയത്. നമുക്കവിടെ ഒരു കല്ലറ കാണാൻ പറ്റും. അവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനന മരണ തീയതികളൊക്കെ. അപ്പോൾ എന്തായാലും നന്ദിയോടെ അദ്ദേഹത്തിനെ സ്മരിച്ച ആ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അല്ലേ, അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അല്ലേ, നന്ദിയുള്ളവരായിരുന്നു. ഈ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സർവേ പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടു. ഉഗ്രമായ വനം വെട്ടിത്തെളിക്കാതെ സർവേ നടത്താൻ പറ്റില്ലെന്നായി. ഏർപ്പെടുത്തിയ ജോലിക്കാരൊക്കെ വിഷപ്പാമ്പുകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണം ഭയന്ന് തിരിച്ചോടി. ഒടുവിൽ ഈ പറഞ്ഞ മിഞ്ചൻ ധ്വര അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. മഹാരാജാവിൻ്റെ അനുവാദത്തോടെ ഖജനാവിൽ നിന്നും ചില്ലിക്കാശ്, ചക്രം, പണം തുടങ്ങിയ ചെറു നാണയങ്ങൾ ശേഖരിച്ച് ചാക്കുകളിൽ കെട്ടിക്കൊണ്ടുവന്നു. മലമുകളിൽ നിന്ന് ഈ നാണയങ്ങൾ 4 വശവും ഈ കാട്ടിനകത്താണ് വാരിയെറിഞ്ഞു. അപ്പോൾ കാടിനകം ചവിട്ടി മെതിച്ച് നാണയങ്ങൾ പെറുക്കാൻ ആദിവാസികളടക്കമുള്ള ഗ്രാമീണർ വന്നെത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വൻ വൃക്ഷങ്ങൾ ഒഴികെ മറ്റെല്ലാം വെട്ടിമാറ്റി സ്ഥല ആളുകൾ സഞ്ചാരയോഗ്യമാക്കി പോലും. അപ്പോൾ ശ്രീ പത്മനാഭൻ്റെ 4 ചക്രത്തിന് മുന്നിൽ എല്ലാം വഴിമാറി കൊടുത്തു. ശരി, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചിറ്റാർ ഡാമുണ്ട്.
അത് കാണാനാണ്. അപ്പോൾ ഇവിടെ 3 അണക്കെട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് വൺ ആണേ. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു നമുക്കൊരു ചെറിയ ബാക്ക് വാട്ടർ പോലെയാണ് ഇത് കാണുന്നത്. പക്ഷേ ഈ കടൽ തിരകൾ വരുന്നത് പോലെ ഇവിടെ ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാഴ്ചകൾ കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പേച്ചിപ്പാറ, ഈ ചിറ്റാറ്, നമുക്ക് ഈ നമ്മൾ ഇനി പോകാൻ പോകുന്ന ആ സസ്പെൻസ് ഉള്ള ഒരു സ്ഥലം, ഈ 3 സ്ഥലങ്ങളിങ്ങനെ അടുത്തടുത്താണേ. അപ്പോൾ നമ്മൾ മോർണിംഗ് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം കാഴ്ചകൾ കാണണമെങ്കിൽ, ആസ്വദിച്ച് കാണണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സിങ് മൂഡുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് അധികം അങ്ങനെ ആൾക്കൂട്ടമോ ബഹളമൊന്നും ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതാണോ ഇനി ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ സീസൺ സമയം അല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം, സംസാരിക്കാം, കൂട്ടുകാരൊത്തിട്ട് വരാം, ഫാമിലിയായിട്ട് വരാം, ഫുഡൊക്കെ കഴിക്കാനൊക്കെ പെർമിഷൻ ഉണ്ടോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അപ്പോൾ ആ കാഴ്ച, ഇതിപ്പോൾ ചിറ്റാർ ഡാമിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഓണസമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ റബ്ബർ മരങ്ങൾക്കൊക്കെ ആരൊക്കെ ഓണക്കോടി കൊടുത്തതുപോലെ മഞ്ഞക്കോടി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം സൈഡിലൊക്കെ റബ്ബറാണ്, റബ്ബർ എസ്റ്റേറ്റാണ് നമുക്ക് ഈ പോകുന്ന വഴിയൊക്കെ. ഇനിയാണ് ഹൈലൈറ്റ്. നമ്മളിനിയാണ് ആ സ്ഥലത്തോട്ട് പോകുന്നത്. അത് ഏതാണെന്നറിയോ? ഈ മനോഹരമായിട്ടുള്ള ഗ്രാമം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആദിവാസി ഊരാണ്, ഒരു ട്രൈബൽ ഏരിയയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. പേച്ചിപ്പാറ അണക്കെട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള റോഡ് വഴി നമ്മൾ പോകണം. 2 സൈഡും ഇങ്ങനെ നിബിഡ വനമാണ്. തേക്കൊക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത് കേട്ടോ. തേക്കും കുറച്ച് താഴത്ത് നമ്മൾ തുടക്കത്തിലൊക്കെ കുറേ റബ്ബർ എസ്റ്റേറ്റ്, അത് ഗവൺമെൻറ് എസ്റ്റേറ്റാണ്. ഇവിടെ നമുക്കൊരു റബ്ബർ ഫാക്ടറിയൊക്കെ കാണാൻ പറ്റി. എന്നിട്ട് നമ്മൾ ഈ സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലെത്തി. ഇത് ഏതാണെന്നറിയോ? ആരെയും കൊതിപ്പിക്കുന്ന കോതയാറാണ് ഈ സ്ഥലം. കോതയാർ കേട്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ഈ കോതയാർ എന്ന് ബോർഡ് വെച്ചുള്ള തമിഴ്നാട് ബസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് കേട്ടോ. സ്വർഗം പോലെ സുന്ദരമായിട്ടുള്ള ഈ കന്യാകുമാരി ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാനുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കൂട്ടവും ബഹളവും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സെറീനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ കുളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ കടവിൽ അവർ പറയുന്നു ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ എന്ന് പറഞ്ഞു. കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ പാറക്കെട്ടുകളും ആ വെള്ളമൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ, എന്തൊരു രസമാണ് കാണാൻ. അതിന് ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു മലീമസമാക്കപ്പെട്ടുള്ള ഒരു തിങ്സ് ഇവിടെ ഇല്ല യാതൊരു തരത്തിൽ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും പ്ലാസ്റ്റിക് കവറും അതും ഇതുമൊക്കെ കാണാൻ പറ്റും. നമുക്ക് മനസ്സിലാവുന്നുണ്ട് അധികം ആൾക്കാർ വരാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ പവർ സ്റ്റേഷനുണ്ട്, കോതയാർ പവർ സ്റ്റേഷൻ. അപ്പോൾ താങ്ക് യു, ഇത്രയും സമയം നിങ്ങൾ ശ്രദ്ധിച്ചതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.